തെരഞ്ഞെടുപ്പ് കാലം അടുത്താൽ പിന്നെ രാഷ്ട്രീയക്കാർക്ക് നിന്നു തിരിയാൻ പറ്റാത്ത അത്ര തിരക്കായിരിക്കും. പക്ഷേ എത്ര തിരക്കുണ്ടെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തകരും എല്ലാം വളാഞ്ചേരിയിലെത്തും. രാഷ്ട്രീയക്കാരെക്കാൾ തിരക്കുള്ള വളാഞ്ചേരി അത്തിപ്പറ്റയിലെ നൌഷാദിനെ കാണുന്നതിനാണ് ഈ വരവ്. സ്ഥാനാർത്ഥികൾക്കുള്ള അനൗൺസ്മെന്റുകൾ തയ്യാറാക്കണം. സ്ഥാനാർത്ഥിയെ വർണ്ണിച്ച് അതിമനോഹരമായ വാക്കുകൾ വേണം. എതിർ പാർട്ടിക്കാരുടെ കുറിക്കുകൊള്ളുന്ന വാക്യങ്ങൾ വേണം. അത് നൌഷാദ് എഴുതി സ്വന്തം ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്താലേ അവർക്ക് തൃപ്തിയാകൂ. കൊടിയുടെ നിറം നോക്കാതെ എല്ലാവരെയും നൌഷാദ് സ്വീകരിക്കുകയും ചെയ്യും. പിന്നെ എല്ലാവർക്കും വേണ്ടി സ്വന്തം ശബ്ദത്തിൽ അനൗൺസ്മെന്റുകൾ റെക്കോർഡ് ചെയ്യുന്ന തിരക്കായിരിക്കും നൌഷാദിന്. സ്ഥാനാർത്ഥികൾക്കുള്ള അനൗൺസ്മെന്റിനുള്ള വാക്കുകൾ എഴുതണം, വിളിച്ചു പറയണം, എഡിറ്റ് ചെയ്യണം. എല്ലാം ചെയ്യുന്നത് നൌഷാദ് തന്നെ. ചുരുക്കത്തിൽ ഓവർ ടൈം പണിയാണെന്ന് സാരം. ആഴ്ചകളോളമായി അത്തിപ്പറ്റയിലെ സ്റ്റുഡിയോയിൽ നൌഷാദ് 24 മണിക്കൂറും സജീവമാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചു. വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ അനുവദിച്ചു. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് അനുവദിച്ചു. പിണറായി സർക്കാരിന്റെ കരങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടുകളും വളാഞ്ചേരി നഗരസഭ ഡിവിഷൻ 24 നിന്നും ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥി ശോഭിത സുരേന്ദ്രനെ ബഹുഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് ഉത്ബുദ്ധരായ വോട്ടർമാരോട് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുകയാണ്. 25 വർഷമായി ഞാൻ ഈ പരസ്യ മേഖലയിൽ, അനൗൺസ്മെന്റ് മേഖലയിൽ സജീവമായിട്ട് ഉണ്ട്. അതിലൊരു ഏകദേശം ഒരു 10 വർഷത്തോളം, 8 വർഷത്തിലധികമായി ഈ റെക്കോർഡിംഗ് മേഖലയിലാണ്. ആദ്യ കാലഘട്ടത്തിലൊക്കെ ലൈവ് അനൗൺസ്മെന്റാണ് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നെല്ലാം വഴിമാറി ഇപ്പോൾ റെക്കോർഡിങ്ങിലേക്ക് പോയതോടുകൂടി സ്റ്റുഡിയോകളിൽ അത്യാവശ്യം വർക്ക് ഇത്തവണ വരികയുണ്ടായി. ഏകദേശം ഞാൻ സ്വന്തം 150-ൽ ഏറെ സ്ഥാനാർത്ഥികൾക്ക് ശബ്ദം നൽകാൻ സാധിച്ചു. അവരുടെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള എല്ലാ പാർട്ടികൾക്കും ഈ അനൗൺസ്മെന്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ മുന്നണികൾക്കും വേണ്ടി അനൗൺസ്മെന്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. 150-ൽ ഏറെ, 170-ന്റെ അടുത്ത് സ്ഥാനാർത്ഥികൾക്ക് ഇതിനോടകം ഞാൻ ചെയ്തു കഴിഞ്ഞു. അതിൽ അനൗൺസ്മെന്റിനുള്ള വരികൾ എഴുതലും, അതുപോലെ തന്നെ അനൗൺസ്മെന്റ് ചെയ്യലും, അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യലും ഉൾപ്പെടെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനകം സംസ്ഥാനത്തെ 150-ലധികം സ്ഥാനാർത്ഥികൾക്കായി നൌഷാദിന്റെ ശബ്ദത്തിൽ അനൗൺസ്മെന്റുകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞു. 1/4 നൂറ്റാണ്ടിലേറെയായി ഈ രംഗത്ത് സജീവമാണ് നൌഷാദ്. 2015-ൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടയൂർ പഞ്ചായത്തിലേക്ക് മത്സരിച്ച നൌഷാദ് തനിക്കു വേണ്ടി തന്നെ അനൗൺസ്മെന്റ് ചെയ്തും ശ്രദ്ധ നേടിയിരുന്നു. ഈ ചാനൽ ന്യൂസ്, വളാഞ്ചേരി. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം.